ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിക്കെതിരായ വ്യാജ ലഹരി കേസ് അതീവ ഗുരുതരമെന്നും സർക്കാർ സമഗ്ര മറുപടി നൽകണമെന്നും ഹൈക്കോടതി. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള ഷീല സണ്ണിയുടെ ഹർജിയിലാണ് ഹൈക്കോടതി നിർദ്ദേശം ഉള്ളത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും എബി തോമസ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എബി, ഷീല സണ്ണിക്കെതിരായ വ്യാജ ലഹരി കേസ് അതീവ ഗുരുതരമെന്നുള്ള ഒരു പരാമർശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഹർജി പരിഗണിക്കവേ എന്തൊക്കെ കാര്യങ്ങളാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത്? ശ്രുതി, ഇന്നലെയാണ് ഈ ഒരു പ്രതികരണം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെയാണ് ഈ ആവശ്യം അല്ലെങ്കിൽ സർക്കാരിനും ഒപ്പം തന്നെ ആരോപണ വിധേയരായിട്ടുള്ള എക്സൈസ് ഉദ്യോഗസ്ഥർക്കും ഹൈക്കോടതി നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഷീല സണ്ണി നഷ്ടപരിഹാരം ആവശ്യം ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. എന്നാൽ ഈ സംഭവം നടന്നിട്ട് ഒരു വർഷത്തോളം കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരി 27-ാം തീയതിയാണ് ഈ കേസിനാസ്പദമായിട്ടുള്ള സംഭവം ഉണ്ടാകുന്നത്. തുടർന്ന് ഷീല സണ്ണിയെ എക്സൈസ് അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് കടക്കുന്നു. ഇവർ ജയിലിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായി വളരെ വേഗം തന്നെ ഇത് ശരിക്കുള്ള അല്ലെങ്കിൽ LSD സ്റ്റാമ്പുകളല്ല എന്നുള്ള കാര്യത്തിൽ ബോധ്യപ്പെട്ടെങ്കിലും 72 ദിവസത്തോളം ഇവർ ജയിലിൽ കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനൊക്കെ എതിരെയാണ് ഇവർ ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എക്സൈസ് തന്നെ പ്രതികൂട്ടിലായതോടുകൂടി തന്നെയാണ് വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലേക്ക് സർക്കാർ അല്ലെങ്കിൽ ഒപ്പം തന്നെ എക്സൈസ് നീങ്ങുന്ന സ്ഥിതി ഉണ്ടായത്. ഈ കേസ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ ഈ കേസിന്റെ അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഈ ഒരു കേസ് കെട്ടിച്ചമച്ചത് എന്നുള്ള കാര്യത്തിലുള്ള അന്വേഷണങ്ങളാണ് നടന്നത്. തൃപ്പൂണിത്തുറ സ്വദേശിയായിട്ടുള്ള നാരായണദാസ് എന്ന ഒരാളെയാണ് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അയാൾ പ്രതി ചേർത്തിരിക്കുന്നത്. അപ്പം ഇയാൾ എന്ന് പറയുന്നത് ഷീല സണ്ണിയുടെ സുഹൃത്തിന്റെ ബന്ധുവിന്റെ സുഹൃത്തു കൂടിയാണ്. അങ്ങനെയാണ് ഇയാൾ ഈ ഇത്തരത്തിലൊരു കേസ് കെട്ടിച്ചമച്ച് ഇയാളെ ഇവരെ കൊടുക്കുന്ന നിലയിലേക്ക് തന്നെ വന്നത്. എന്തായാലും ഈ സംഭവങ്ങളെല്ലാം തന്നെ ഈ പുറത്തു വന്നിരിക്കുന്ന സംഭവങ്ങളെല്ലാം തന്നെ വളരെ ഗൗരവമുള്ള വിഷയമാണ് എന്നുള്ള ഒരു പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് സർക്കാർ സമർപ്പിക്കണം, സർക്കാരിന്റെ നിലപാട് അറിയിക്കണം എന്ന് തന്നെയാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഷീല സണ്ണി ഹൈക്കോടതി സമീപിച്ച ആ ഘട്ടത്തിൽ ഈ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നിരവധി തവണയായും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുമുണ്ട്. എന്തായാലും എക്സൈസ് ഉദ്യോഗസ്ഥർ, ആരോപണ വിധേയരായിട്ടുള്ള എക്സൈസ് ഉദ്യോഗസ്ഥർക്കും ഇതുമായി ബന്ധപ്പെട്ട് അവർക്കും കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഏതായാലും സർക്കാർ ഇതിന്റെ വിവരങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വളരെ വേഗം നൽകണം എന്ന് തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രതികരണം. ഈ കേസിൽ ഇതുവരെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ വാദങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്? ഈ ഹർജി പരിഗണിക്കുകയും സർക്കാർ എന്താണ് അറിയിച്ചത്? ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഈ കുറ്റക്കാരായിട്ടുള്ളവർക്ക് ശിക്ഷ ലഭ്യമാക്കണം എന്നുള്ള നിലപാട് തന്നെയാണ് സർക്കാരിന്. മറിച്ചൊരു നിലപാട് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായത് തന്നെയില്ല. ഒപ്പം തന്നെ ഇതിൽ പ്രതിക്കൂട്ടിലായിരിക്കുന്നത് എക്സൈസ് തന്നെയാണ് എന്നുള്ളതാണ്. കാരണം ഇത്തരത്തിൽ ഈ കെട്ടിച്ചമച്ച കേസാണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷവും ഇവരെ ദ്രോഹിക്കുന്ന നടപടിയിലേക്ക് കടന്ന് ഇവരെ ഈ കുറ്റവിമുക്തരാക്കുന്നതിനുള്ള നടപടികളിലേക്കൊന്നും തന്നെ എക്സൈസിന്റെ ഭാഗത്തുള്ള നടപടിക്രമങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഗൗരവമുള്ള ഒരു വിഷയമായി ചൂണ്ടിക്കാണിക്കുന്നത്. 72 ദിവസത്തോളമാണ് നിരപരാധിയായിട്ടുള്ള ഒരാൾ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അത് തന്നെയാണ് കോടതി വളരെ ഗൗരവത്തോട് കാണുന്നതും. ആ തരത്തിലുള്ള നടപടികൾ ഉണ്ടാകണം. ഒപ്പം തന്നെ ഇപ്പോൾ ആരോപണ വിധേയരായിട്ടുള്ള എക്സൈസ് ഉദ്യോഗസ്ഥരുണ്ട്, അവർക്കെതിരെ കൃത്യമായ രീതിയിലുള്ള നടപടികൾ ഉണ്ടാകും തുടങ്ങിയ ആവശ്യങ്ങളാണ് ഷീല സണ്ണി മുന്നോട്ട് വെച്ചത്. ആ ആവശ്യങ്ങളോട് മുഖം തിരിഞ്ഞെടുക്കുന്ന ഒരു നടപടി എന്തായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ എന്തായാലും തൊട്ടടുത്ത ദിവസം തന്നെ ഒരുപക്ഷെ ഇന്നിപ്പോ കോടതിയിൽ തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സാധ്യത. വ്യക്തമാണ്. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിക്കെതിരായ വ്യാജ ലഹരി കേസ് അതീവ ഗുരുതരമെന്നാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പരാമർശം. സർക്കാർ സമഗ്ര മറുപടി നൽകണമെന്നും ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള ഷീല സണ്ണിയുടെ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഈ നിർദ്ദേശമുള്ളത്. വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്നും എബി തോമസ് നൽകിയത്.